ഈ ചിരി നോക്കണ്ട, ഞാൻ ഒന്നാം തരം പണി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് നാളെ എക്സാം ആണ് വിത്ത് ഡെസർട്ടേഷൻ സബ്മിഷൻ റിസർച്ച് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു മാസം ടൈം എന്നായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ആങ്ങി തൂങ്ങി നിന്ന് ഇന്നാണ് റിസർച്ച് പേപ്പർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ലക്ക് എന്താന്ന് വെച്ചാൽ ഡെസർട്ടേഷന്റെ സെയിം ടോപ്പിക്കാണ് ഞാൻ റിസർച്ച് പേപ്പറിന് എടുത്തത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ആങ്ങി തൂങ്ങി നിന്നുകൊണ്ടാണ് ഇത് ഇത്രയും ദിവസം എടുത്തതും. കഴിഞ്ഞ മിഡ് ടേമിന് കണ്ട എന്റെ സിലബസ് ഞാൻ പിന്നെ ഇന്നാണ് കാണുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എക്സാമിന്റെ തലേന്ന് മാത്രം പഠിക്കുന്ന ഒരു ടീമിൽ പെട്ട ആളാണെന്ന്. ഞാൻ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ഫോണിൽ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. ചിലർക്ക് ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരിക്കും. എനിക്കറിയാം, നമ്മളെ ഫോക്കസ് ഒക്കെ ഇല്ലാണ്ടാക്കുന്നറിയാം. പക്ഷെ എനിക്ക് അത് ചെയ്യാണ്ട് ഒരു സമാധാനം കിട്ടില്ല. എക്സാമിന്റെ ഒരു ടിപ്പായിട്ട് ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. ഞാൻ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കലിന്റെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഞാൻ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യുന്ന സമയത്ത് ഫോണിലും കൂടെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് യൂണിവേഴ്സിറ്റി പോണ സമയത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കേട്ടോണ്ടിരിക്കും. അതാണ് പിന്നെ എന്നെ എക്സാമിനെ ഹെൽപ്ഫുൾ ആക്കല്. ബാക്കിയൊക്കെ ഞാൻ മറന്നുപോകും. അപ്പൊ ഈ ഒരു സംഭവം എന്നെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കണോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രക്കുള്ളൂ. ബൈ.